ഹലോ സ്റ്റുഡൻസ്, ഗിയർ ഡ്രൈവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവിനെ പറ്റിയും ചെയിൻ ഡ്രൈവ്സിനെ പറ്റിയും പഠിച്ചു. ഈ വീഡിയോയിൽ നമുക്ക് ഗിയർ ഡ്രൈവിനെ പറ്റി പഠിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ്, പവർ ട്രാൻസ്മിഷൻ മെത്തേഡും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ, ഗിയർ ഡ്രൈവ്. അപ്പോൾ ഈ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന ആ ഗിയറാണ് ഈ കാണുന്ന ഓരോന്നും. അപ്പോൾ ഇതിനെയാണ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിത് കണ്ടു കാണുമല്ലോ, നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് മെഷീൻസിലും എക്യുപ്മെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ഈ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിയർ ഉപയോഗിച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഷാഫ്റ്റ് ഈ ഗിയറിൽ കണക്ട് ചെയ്തിരിക്കും, മറ്റൊരു ഷാഫ്റ്റ് ഈ ഗിയറിലും കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ രണ്ട് ഷാഫ്റ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് റോട്ടറി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഗിയേഴ്സ് ഉപയോഗിച്ച് ഈ രണ്ട് ഗിയേഴ്സ് മേറ്റ് ചെയ്തിരിക്കണം. മേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗിയറിൻ്റെ ടീത്തിൻ്റെ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ ഗിയറിൻ്റെ ടീത്ത് കയറിയിരിക്കണം. അതിനാണ് മേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മേറ്റ് ചെയ്തിരിക്കുമ്പം ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മറ്റേ ഗിയറും കൂടെ റൊട്ടേറ്റ് ആകും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുമായിട്ട് മേറ്റ് ചെയ്തിരിക്കുന്ന ഗിയർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണുമ്പോൾ അറിയാം, ഇതിപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷനാണ്. അപ്പോൾ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ആ റോട്ടറി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ആ റൊട്ടേഷൻ്റെ ഡയറക്ഷനും കൂടെ മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഗിയർ ഡ്രൈവിൽ ഈ കാണുന്നതിനെ ടീത്ത് എന്നാണ് പറയുന്നത്. ആ ഗിയർ ടീത്ത് എന്നാണ് ഈ കാണുന്ന ഓരോന്നിനെയും പറയുന്നത്. ഈ കാണുന്നതാണ് ഗിയർ ടീത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് ഗിയർ ടീത്ത് എന്ന് പറയുന്നത്. ഈ ഗിയർ ടീത്തിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചുമ്മാ ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നതല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഗിയർ ടീത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. എത്ര ഗിയർ ടീത്ത്, ഒരു ഗിയറിന് എത്ര ഡയമീറ്റർ വേണം, അതിലെത്ര ഗിയർ ടീത്ത് വേണം, ആ ഗിയർ ടീത്തിൻ്റെ ഡിസൈൻ, ആ ഷേപ്പിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഈ വിഡ്ത്തിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അതിൻ്റെ ആംഗിൾ എത്രയാണ്, ഇതിൻ്റെ ഈ ടീത്തിൻ്റെ തിക്നെസ് എത്രയാണ്. അപ്പോൾ അതെല്ലാം ഒരുപാട് കാൽക്കുലേഷൻ നടത്തി ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതല്ല, ഒരുപാട് കാൽക്കുലേഷൻസ് ഈ ഗിയർ ടീത്തിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗിളും മാത്രമല്ല ഡയമീറ്ററും ഈ ടീത്തിൻ്റെ എണ്ണവും ടീത്തിൻ്റെ ഗ്യാപ്പും വിഡ്ത്തും ഒക്കെ കറക്റ്റായാൽ മാത്രമേ രണ്ട് ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്തിരിക്കത്തുള്ളൂ. ഈ ഗിയറിൻ്റെ ആ ടീത്തുകൾ മറ്റേ രണ്ടാമത്തെ ഗിയറിൻ്റെ മേറ്റ് ചെയ്തിരിക്കുന്ന ഗിയറിൻ്റെ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ വളരെ സൈലൻ്റ് ആയിട്ട് ആ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ട്രാൻസ്മിഷൻ ഇപ്പോഴത്തെ ആ റൊട്ടേഷൻ എന്ന് പറയുന്ന മറ്റേ രണ്ടാമത്തെ ഗിയറിലേക്കും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അത് വളരെ സ്മൂത്തായിട്ട് ട്രാൻസ്മിഷൻ നടക്കണം, സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അധികം നോയ്സൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഈ ഗിയർ ടീത്തിൻ്റെ ഡിസൈനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് സ്മൂത്തായിട്ടുള്ള സർഫസ് ഉള്ള കറക്റ്റ് ആക്യുറസിയിലുള്ള ഗിയർ ടീത്തൊക്കെ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഗിയർ ടീത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ടൈമൊക്കെ എടുക്കും. സ്പെഷ്യൽ മെഷീൻസൊക്കെ വെച്ചാണ് ഈ ഗിയർ ടീത്തൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടൊക്കെയുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പഠിച്ചതിൽ, ബെൽറ്റും ചെയിനും ഒക്കെ പഠിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാനായിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നത്, കോസ്റ്റ് കൂടിയായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്ന ഈ ഗിയർ ഡ്രൈവിന് തന്നെയാണ്. കാരണം ഒരുപാട് കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഈ ഡിസൈൻ ആസ്പെക്റ്റുകൾ ഡിസൈഡ് ചെയ്യുന്നതും അത് മാനുഫാക്ചർ ചെയ്തെടുക്കാനും സാധാരണ ഷേപ്പർ അല്ലെങ്കിൽ മില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ഗിയർ ടീത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനൊക്കെ മാത്രമേ ഗിയർ ടീത്ത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഗിയർ ടീത്ത് കട്ട് ചെയ്യുന്നതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മെക്കാനിക്കൽ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നതാണ് ഹയർ സെമസ്റ്റേഴ്സിലൊക്കെ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഗിയർ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവിനെക്കാളും ചെയിൻ ഡ്രൈവിനെക്കാളും വളരെ വളരെ ഹൈ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, വളരെ ഹൈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഗിയർ ഡ്രൈവിനുണ്ട്. ബെൽറ്റ് ഡ്രൈവിലാണെങ്കിൽ വളരെ ഹൈ ഫോഴ്സ് വന്നാൽ ബെൽറ്റ് സ്ലിപ്പായി പോകും. ചെയിൻ ഡ്രൈവിലാണെങ്കിൽ വളരെ ഫോഴ്സ് വരികയാണെങ്കിൽ ചിലപ്പോൾ ചെയിൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെയിൻ മൂവ് ചെയ്യത്തില്ല, റൊട്ടേറ്റ് ചെയ്യാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും. പക്ഷേ ബെൽറ്റ് ഡ്രൈവിനെക്കാളും ചെയിൻ ഡ്രൈവിനെക്കാളും ഒക്കെ വളരെ ഹെവി ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഗിയർ ഡ്രൈവിന് പറ്റും. കാരണം ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ ഗിയർ എന്ന് പറയുന്നത് മിക്കവാറും മെറ്റൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കും. വളരെ ഹെവി ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഈ ഗിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനേക്കാളും ഹാർഡായിരിക്കും അതിൻ്റെ ടീത്ത് എന്ന് പറയുന്നത്. ടീത്ത് എന്ന് പറയുന്നത് സ്പെഷ്യലി പ്രോസസ്സ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഹാർഡ്നെസ് കൂട്ടി വെച്ചിരിക്കുന്ന ഏരിയയാണ് ഈ ഗിയർ ടീത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗിയർ ടീത്തൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല. വളരെ ഹെവി ഫോഴ്സ് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഗിയർ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വളരെ ഹൈ പവർ അല്ലെങ്കിൽ ഹൈ ഫോഴ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റ് കൂടുതലാണെന്ന് പറയാം, അത് മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കാമെന്ന് പറയാം. പിന്നെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്.
ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മേ ബി അപ് ടു 10 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ചെയിൻ ഡ്രൈവ് ആണെങ്കിൽ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഡിസ്റ്റൻസിലിരിക്കുന്ന 2 പോയിന്റ് തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ഈ ഗിയർ ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ പവർ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. കാരണം അതിൽ മൗണ്ട് ചെയ്യുന്ന ആ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്യുന്ന ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ജോയിൻ ചെയ്തിരിക്കണം. ഒരു ഗിയറിൻ്റെ ടീത്ത് മറ്റേ ഗിയറിൻ്റെ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി മേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഗിയർ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കണം. അങ്ങനെ കുറഞ്ഞ ഡിസ്റ്റൻസിലോട്ട് പവർ ട്രാൻസ്മിറ്റ്, ആ റോട്ടറി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ഈ ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആണ് ഗിയർ ഡ്രൈവ്. പക്ഷേ വളരെ ഹെവി ഫോഴ്സൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെവി ഫോഴ്സ് മാത്രമല്ല, വളരെ ലൈറ്റായിട്ടുള്ള ഫോഴ്സും നമുക്ക് ബെൽറ്റ് ഡ്രൈവിലും അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം വളരെ ചെറിയ പവറും നമുക്ക് ഗിയർ ഡ്രൈവ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്കറിയാമോ? നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച്, ഡിജിറ്റൽ വാച്ചല്ല, അനലോഗ് വാച്ച്. അനലോഗ് വാച്ചിൽ ചെറിയ ചെറിയ ഗിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗിയേഴ്സ്, ചെറിയ ഗിയേഴ്സ് എന്ന് പറയാം, വളരെ തിന്നായിട്ടുള്ള മെറ്റൽ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഗിയേഴ്സ്, ചെറിയ ഗിയേഴ്സ് നമ്മുടെ വാച്ചിലൊക്കെ ഉണ്ട്. വാച്ചിലായിരുന്നാലും നമ്മുടെ ക്ലോക്കിലായിരുന്നാലും, ഈ കീ കൊടുക്കുന്ന ക്ലോക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കീ കൊടുക്കുന്ന വാച്ചിലൊക്കെ ആണെങ്കിലും വളരെ ചെറിയ ഗിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഗിയറിൻ്റെ റൊട്ടേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ടൈം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ടൈം, ആ സ്പ്രിങ് റിലീസ് ചെയ്ത് കറക്റ്റായിട്ട് ടൈമൊക്കെ മൂവ് ചെയ്യുന്നതെല്ലാം അതിലുള്ള ഗിയേഴ്സിൻ്റെ ഫംഗ്ഷൻ കൊണ്ടാണ്. അപ്പോൾ അവിടെ വളരെ ഹെവി ഫോഴ്സൊന്നും അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വളരെ ചെറിയ ഫോഴ്സാണ് അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വളരെ ചെറിയ ഫീബിളായിട്ടുള്ള ഫോഴ്സാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ ചെയിൻ ഡ്രൈവ് ഉപയോഗിച്ചും ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രത്തോളം ചെറിയ ഫോഴ്സൊക്കെ. അപ്പോൾ ഗിയർ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഫോഴ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. അതുപോലെ തന്നെ വളരെ ഹെവി ഫോഴ്സും ഗിയർ ഡ്രൈവ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാം. പല ഹെവി ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത്ര ഹൈ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. അതേസമയം ലൈറ്റായിട്ടുള്ള പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ലൈറ്റ് ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഗിയറിൻ്റെ തിക്നെസ് ഒക്കെ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. വാച്ചിലൊക്കെ ആണെങ്കിൽ വളരെ തിൻ ഷീറ്റ് ഉപയോഗിച്ചാണ് ഗിയർ ഉണ്ടാക്കുന്നത്, വളരെ ചെറിയ തിക്നെസ് കുറഞ്ഞ ഷീറ്റ് ഉപയോഗിച്ചാണ്. കാരണം അത്രയും തിക്നെസ് മതി അതിലുപയോഗിക്കുന്ന ഗിയറൊക്കെ. മാത്രമല്ല സോഫ്റ്റ് മെറ്റീരിയലായ അലുമിനിയം കൊണ്ടായിരിക്കാം ചെറിയ ഗിയറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഗിയർ ഡ്രൈവിനുണ്ട്, വളരെ ചെറിയ പവറിന് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവിനെക്കാളും ബെൽറ്റ് ഡ്രൈവിനെക്കാളും ഒക്കെ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഗിയർ ഡ്രൈവിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡ്രൈവ് മെക്കാനിസം എന്നാണ് പറയുന്നത്. കാരണം ഈ രണ്ട് ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്തിരുന്നാണ് ഇതിലുള്ള ട്രാൻസ്മിഷൻ മറ്റേ ഗിയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വെച്ചൊന്നുമല്ല ട്രാൻസ്മിഷൻ നടക്കുന്ന, ഈ ടീത്തുകൾ തമ്മിലുള്ള ഫോഴ്സ്, ഈ ടീത്ത് വന്ന് മറ്റേ ടീത്തിനെ പുഷ് ചെയ്താണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീത്ത് വന്ന് മറ്റേ ടീത്തിനെ പുഷ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവ് ഡ്രൈവ് മെക്കാനിസം എന്നാണ് പറയുന്നത്. ഇതിലൊരു ഗിയറിനെ നമ്മൾ ഡ്രൈവർ ഗിയർ എന്ന് പറയാം, മറ്റേ ഗിയറിനെ ഡ്രിവൺ ഗിയർ എന്ന് പറയാം. ഡ്രൈവർ ഗിയറിലാണ് പവർ ഉണ്ടാകുന്നത്. ഈ പവറിനെയാണ് മറ്റേ പോയിന്റിലേക്ക് എത്തിക്കുന്നത്, മറ്റേ ഷാഫ്റ്റിലുള്ള ഗിയറിലേക്ക് എത്തിക്കുന്നത്. അതിനെ ഡ്രിവൺ ഗിയർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ഈ ഗിയർ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് എക്സാമിന് ചോദിക്കാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണ 10 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 ഫിഗേഴ്സ് വരച്ച് ഈ 4 ടൈപ്പ് ഓഫ് ഗിയേഴ്സ് നമുക്ക് എഴുതി വയ്ക്കണം, എന്നാൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയറാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഈ സ്പർ ഗിയർ ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സാധാരണ നോർമൽ ഗിയർ എന്നാണ് ഈ സ്പർ ഗിയറിന് പറയുന്നത്. അതിൻ്റെ ടീത്തുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ്, ഈ ഗിയറിൻ്റെ ഈ ഭാഗത്ത് ഈ ഹോളിൽ കൂടിയാണ് ഷാഫ്റ്റ് പോകേണ്ടത്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് ഇതിൻ്റെ ടീത്തും ഇവിടെ കട്ട് ചെയ്യുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടീത്ത്, ഹൊറിസോണ്ടലായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടീത്താണ്, അതിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് ഇതിൻ്റെ ടീത്തും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഈ സ്പർ ഗിയർ ഉപയോഗിക്കുന്നത് 2 പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പർ ഗിയർ ഉപയോഗിക്കുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇതാണ്, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാം. ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും പാരലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 പാരലായിട്ട് ഇരിക്കുന്ന ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പർ ഗിയർ ഉപയോഗിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതാണ് സാധാരണ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ എന്ന് പറയുന്നത് സ്പർ ഗിയർ. നമ്മൾ ഈ ബാക്കി 3 ടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കോസ്റ്റ് കുറവ് ആയിട്ട് വരുന്ന ഗിയർ എന്ന് പറയുന്നത് സ്പർ ഗിയറാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയറാണ് സ്പർ ഗിയർ എന്ന് പറയാം.
രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗിയറാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഈ ഹെലിക്കൽ ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആണ്. അതിൻ്റെ ആക്സിസ് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസുമായിട്ട് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ടീത്ത് അലൈൻ ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് ഹൊറിസോണ്ടലോ ആയിട്ട് ആയിരിക്കത്തില്ല, ചെറിയൊരു ഇൻക്ലിനേഷൻ ഈ ടീത്തിന് കാണും. അതുകൊണ്ടാണ് അതിനെ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഈ ഹെലിക്കൽ ഗിയറും സത്യം പറഞ്ഞാൽ 2 പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഹെലിക്കൽ ഗിയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പർ ഗിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുന്നത്. കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സ്പർ ഗിയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോയ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നോർമൽ നൊട്ടേഷൻ സാധാരണ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സമയത്ത് തന്നെ കൂടുതൽ നോയ്സിയാണ് ഈ സ്പർ ഗിയറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഹെലിക്കൽ ഗിയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ നോയ്സ് കുറവായിരിക്കും. മാത്രമല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഈ ഹെലിക്കൽ ഗിയർ ഉപയോഗിച്ച് സാധിക്കും. നമ്മുടെ ഓട്ടോമൊബൈൽ വെഹിക്കിൾസിലുള്ള ഗിയർ ബോക്സിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഹെലിക്കൽ ഗിയർ എന്ന് പറയാം. അപ്പം ഈ ഹെലിക്കൽ ഗിയറിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്, കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് കോസ്റ്റ് കൂടുതലാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിൻ്റെ ഡിസൈനിങ്ങും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ കറക്റ്റ് ഇൻക്ലിനേഷനും കാര്യങ്ങളെല്ലാം കിട്ടണം, അതുകൊണ്ട് ഡിസൈനിങ്ങും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസിന് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അതിൻ്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഗിയർ. ഇതും 2 പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പിനെയാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലയിടത്തും. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ഗിയർ വെച്ചിട്ടേ നമുക്കിത് കാണിക്കാനൊക്കത്തുള്ളൂ. ഇത് 90 ഡിഗ്രി. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കും, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കും. ഇതിപ്പം വന്ന് 90 ഡിഗ്രി മാറിയാണ് ഈ പവർ അപ്പുറത്തെ ഗിയറിലോട്ട് എത്തുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ബിവൽ ഗിയറിനെ യൂസ് ചെയ്യാം. ഇത് പറയുന്നത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള 2 ഷാഫ്റ്റ്, 2 നോൺ പാരലൽ ഷാഫ്റ്റ്. ഇതിപ്പോൾ 2 നോൺ പാരലൽ ഷാഫ്റ്റാണ്. ഇതിൻ്റെ ആക്സിസ് ഇതും ഇതിൻ്റെ ആക്സിസ് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇതുമാണ്. അപ്പോൾ ഇത് നോൺ പാരലലാണ്, പക്ഷേ ഇത് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റാണ്. ഇതിന് ഈ ആക്സിസിനും ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അങ്ങനെ നോൺ പാരലൽ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബിവൽ ഗിയർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരലൽ പക്ഷേ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരും. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ഷാഫ്റ്റ് തമ്മിൽ, നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്. സാധാരണ 90 ഡിഗ്രി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ 90 ഡിഗ്രി ഈ കാണിച്ചിരിക്കും പോലെ ഇതിപ്പം 90 ഡിഗ്രി മാറിയാണ് ഇതിൽ നിന്ന് വരുന്ന പവർ 90 ഡിഗ്രി മാറിയാണ് അടുത്ത ഗിയറിലോട്ട് പോകുന്നത്. അങ്ങനെ 90 ഡിഗ്രി മാത്രമല്ല, വേണമെങ്കിൽ 60 ഡിഗ്രിയോ അല്ലെങ്കിൽ 45 ഡിഗ്രിയോ അല്ലെങ്കിൽ 30 ഡിഗ്രിയോ അത്രയും ഡിഗ്രീസൊക്കെ മാറി നമുക്ക് വേണ്ട രീതിയിലുള്ള ഡിഗ്രീസ് മാറിയൊക്കെ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലുള്ള ഷാഫ്റ്റ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിവൽ ഗിയർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഗിയറിനെയാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. 4ാമത്തെ ടൈപ്പാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്ന വേം ഗിയർ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ഗിയർ വരുന്നത്. ഈ വേം ഗിയർ ഉപയോഗിക്കുന്നത് നോൺ പാരലൽ ഷാഫ്റ്റ് തന്നെ, ബിവൽ ഗിയർ പോലെ തന്നെ നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വേം ഗിയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്സിസ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ ആക്സിസ് ബിവൽ ഗിയറിൻ്റെ ആക്സിസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, പക്ഷേ വേം ഗിയറിൻ്റെ ആക്സിസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ നോൺ പാരലൽ നോൺ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വേം ഗിയർ യൂസ് ചെയ്യുന്നത്. ഈ വേം ഗിയറിൽ ബേസിക്കലി 2 ഗിയറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2 ഗിയർ വെച്ച് നമുക്കത് പറയാനൊക്കത്തുള്ളൂ. അതിൽ ഈ ഗിയറിനെ വേം എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഈ സ്ക്രൂ പോലുള്ള ഈ ടേൺസ് പോലെ, ഈ സ്ക്രൂവിൻ്റെ ടേൺസ് പോലത്തെ ഈ ഒരു പോർഷൻ വരുന്ന ആ പാർട്ടിനെ അതിനെ വേം എന്നാണ് പറയുന്നത്. ആ വേമുമായിട്ട് മേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗിയറിനെ വേം വീൽ എന്നാണ് പറയുന്നത്. ഇതിനെ വേം എന്നും ഇതിനെ വേം വീൽ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ വേം വീൽ എന്ന് പറയുന്ന ആ ഗിയർ ഇതിൻ്റെ ഈ സ്ക്രൂ എന്ന് പറയുന്ന ആ പോർഷനുമായിട്ട് അതായത് അതിൻ്റെ ഈ ടീത്തുമായിട്ട്, ഈ ടീത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ടീത്ത് ഇരിക്കുന്നത്, ഈ വേമിൻ്റെ ആ ടീത്തുമായിട്ട് മേറ്റ് ചെയ്തിരിക്കുന്ന ഇതിലായിരിക്കും ഇതിൻ്റെ ടീത്തും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗിയറിനെ വേം വീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വേം ഗിയർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോൺ പാരലൽ നോൺ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വേം ഗിയർ എന്ന് പറയുന്നത്. ഈ കണ്ടിട്ടുള്ള 4 ടൈപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നതും ഏറ്റവും കൂടുതൽ ഡിസൈനിങ്ങിന് ടൈം വരുന്നതും ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ചെയ്യാൻ ടൈം എടുക്കുന്നതുമായിട്ടുള്ള ഗിയറാണ് ഈ വേം ഗിയർ എന്ന് പറയുന്നത്. ഇത് വളരെ സ്പെഷ്യൽ പർപ്പസിന് മാത്രമേ ഈ വേം ടൈപ്പ് ഓഫ് ഗിയർ യൂസ് ചെയ്യാറുള്ളൂ. ഇത് മൗണ്ട് ചെയ്യണതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സിറ്റുവേഷനിൽ മാത്രമേ ഈ വേം ഗിയറൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പർ ഗിയറും പിന്നെ ബിവൽ ഗിയറുമാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്ന സിറ്റുവേഷൻ വരുമ്പോൾ ബിവൽ ഗിയറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ പർപ്പസിലാണ് സത്യം പറഞ്ഞാൽ ഹെലിക്കൽ ഗിയറും യൂസ് ചെയ്യുന്നത്. നോയ്സി അല്ലാത്ത
ഒരു സിറ്റുവേഷൻ വേണ്ട അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഓപ്പറേഷൻ നടക്കേണ്ട സമയത്തൊക്കെയാണ് ഈ ഹെലിക്കൽ ഗിയർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സാധാരണ ഈ വേം ഗിയർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഗിയർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഗിയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ 4 ഫിഗേഴ്സ് വരച്ച് ഗിയേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. 3-4 സെൻറ്റൻസ്, ഓരോ ഗിയേഴ്സിനെ പറ്റി 3-4 സെൻറ്റൻസ് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് തീർന്നിട്ടില്ല. ഗിയർ ഡ്രൈവിനെ പറ്റി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.